അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സാണ്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രായവ്യത്യാസമില്ലാതെ മുതിർന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ക്ലാസ്സാണ്. സൂറത്തുൽ ബഖറയുടെ 235 ആയത്ത് വരെ നമ്മൾ പാരായണം ചെയ്തു, അഥവാ 18 ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി. 19ാമത്തെ ക്ലാസ്സാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة. ഇവിടെ തുടക്കത്തിൽ തന്നെ ശബ്ദുള്ള ലാമ്, തുടക്കത്തിന് ഏത് പദം വന്നാലും ആ പദത്തിന് ശബ്ദമുണ്ടെങ്കിൽ അത് നമ്മൾ ഉച്ചാരണത്തിൽ അത് കൊടുക്കേണ്ടതില്ല. അത് കാണുമ്പോൾ ചില ആളുകൾക്ക് സംശയം വരാം, ശബ്ദമില്ലേ അപ്പൊ പിന്നെ ഇല്ല എന്ന് പറയണ്ടേ എന്നുള്ളത് വരാൻ ചില ആളുകൾക്ക് ആർക്കെങ്കിലും സംശയം വന്നൂടാ. ഇല്ല, ഈ ശബ്ദുള്ള അക്ഷരം തുടക്കത്തിലാണെങ്കിൽ ഇത് ഉച്ചരിക്കേണ്ടത്, ആ ശബ്ദ കൊടുക്കേണ്ട, ശബ്ദ കൊടുക്കാതെ ലാ ജുനാഹ അലൈക്കും. പിന്നെ എന്തിനാണ് ആ ശബ്ദ കൊടുത്തിട്ടുള്ളത്? അത് ഒരാളുടെ മുമ്പുള്ള ആയത്ത് വഖഫ് ചെയ്യാതെ അവിടെ നിർത്താതെ നേരെ കൂട്ടി വായിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, പിന്നെ അത് അപ്പോഴാണ് അതിന്റെ ആവശ്യം വരിക. കാരണം എന്താണ്? ഹലീമുൻ എന്നാണുള്ളത് അവസാനം അല്ലേ. വഅലമൂ അന്നല്ലാഹ ഗഫൂറുൻ ഹലീമുൻ ലാ ജുനാഹ അലൈക്കും. അപ്പോൾ തൻവീന്റെ ശേഷം ലാമു വന്നാൽ നിയമം എന്താണ്? ഇദ്ഗാം ബിലാ ഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക. ഹലീമുല്ല. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ആയത്തിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യും? വഖഫ് ചെയ്യുമല്ലോ. ഇനി ഒരാൾ അങ്ങനെ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണ്ട, അപ്പൊ നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് ആ ശബ്ദം ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമുൻ നിസാ. നമ്മൾ ഓതുന്നത് 236ാമത്തെ ആയത്താണ് അല്ലെ, ബഖറ സൂറത്തിന്റെ 236ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലായിട്ട് ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ട ആമനുർ റസൂൽ തുടങ്ങിയ ആയത്തുകളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനോഹരമായിട്ട് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാം, അപ്പൊ ഒന്ന് വലിയ എഴുത്തിലായിട്ട് കാണും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാം. കാഴ്ചക്ക് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. മൊബൈലിലേക്ക് സ്ഥിരമായിട്ട് നോക്കേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീനിലേക്ക് തന്നെ, മൊബൈലിലേക്ക് തന്നെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ ആ വെളിച്ചം ഒന്ന് കുറക്കുക. അറിയില്ലെങ്കിൽ കുട്ടികളോടൊക്കെ ഒന്ന് എന്ത് ചെയ്യാവേ ഒന്ന് അതൊന്നും ചെയ്തു തരാൻ പറഞ്ഞു, അതിന്റെ ഇതൊന്ന് കുറക്കുക. ഏറ്റവും നല്ലത് ഖുർആനിലേക്ക് നോക്കുക, ക്ലാസ് കേൾക്കുക, ഓതുന്ന ഭാഗങ്ങൾ വിരലിങ്ങനെ വെച്ച് നോക്കുക. അവിടെ ഓതേണ്ട ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കുക. സ്ഥിരമായിട്ട് ക്ലാസ്സിലേക്ക് പിന്നെ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വെളിച്ചം കൊണ്ട് ചിലപ്പോൾ കണ്ണിനൊക്കെ പ്രയാസങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. അത് ഞാൻ ആർക്കായാലും പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കാവും അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എപ്പോഴാണെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഖുർആനിലേക്ക് തന്നെ നോക്കിയിട്ട് ഓതുക. കാണാതെ അറിയുന്ന സൂറത്താണെങ്കിലും നോക്കി ഓതുന്നതിന് വേറെ കൂലിയാണ്. അപ്പോൾ നമുക്ക് ഡബിൾ കൂലി ഉണ്ടാവും. ഒന്ന് ഓതുന്നതിൻ്റെ കൂലി, അതിൻ്റെ പുറമെ നോക്കി ഓതുന്നതിൻ്റെ കൂലി വേറെയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുരുഷന്മാരൊക്കെ പ്രത്യേകിച്ച് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് പള്ളിയിലുള്ള മുസ്ഹഫ് ഖുർആൻ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓതുക. നേരെ മുന്നിൽ മുസ്ഹഫ് ഉണ്ടാവും, അതെടുത്തിട്ട് ഖുർആനും അതവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ തൊടാതെ
നേരെ മൊബൈൽ നോക്കിയിട്ട് ഓതുക. അതൊക്കെ എന്ത് ചെയ്യുക, ഓത്ത് ശരിയാകും. പക്ഷെ ഒന്ന് ഖുർആനെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഈ മൊബൈൽ എടുക്കുകയാണ്. അപ്പൊ ഖുർആൻ നോക്കി ഓതിയ കൂലി നമുക്ക് ഏതായാലും മൊബൈൽ നോക്കിയാൽ അത് കിട്ടുകയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷന് വെക്കുകയാണ്. അപ്പൊ ഫംഗ്ഷന് വെക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാ ആളുകളെയും വിളിക്കുകയാണ്. തൊട്ട് മുമ്പിലുള്ള അയൽവാസിനെ വിളിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അയൽവാസിക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതേപോലെ വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട്, മാത്രമല്ല ആളുകളൊക്കെ പള്ളിയിൽ വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരാൾ ഓതാണെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് പള്ളിയിലേക്ക് മുസാഹഫും അതുപോലെ തന്നെ വഖഫൊക്കെ ചെയ്യുന്നത്. വഖഫയും അല്ലാതെയൊക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അത് ഓതിയ കൂലി കിട്ടും എന്നുള്ള കരുതിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ആ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിവിന്റെ പരമാവധി ഖുർആനിലേക്ക് തന്നെ നോക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന്റെ കൂലി എല്ലാവർക്കും കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ തീരെ അക്ഷരങ്ങളൊക്കെ തിരിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ ഒന്ന് കേട്ടാൽ മതി. മുസാഫ് എന്ത് ചെയ്യുക, ഒന്ന് മറച്ചു വെക്കുക, ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുക, കേൾക്കുക. ഇനി എന്ത് ചെയ്യുക, ഓതുന്നതിന്റെ കൂടെ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓതുന്നതിന്റെ കൂടെ, ഞാൻ ഓതുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓതാ. ഒന്നില്ലെങ്കിൽ ആ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ കേൾക്കലും നോക്കലൊക്കെ ആവുമ്പോൾ വലിയ പുണ്യമാണ്. അപ്പോൾ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. അല്ലാഹു തആല ഖുർആൻ കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا جناح عليكم إن طلقتم النساء ما لم تمسوهن لا جناح عليكم إن طلقتم النساء. ഇവിടെ സുക്കൂനുള്ള നൂന് വന്നു അല്ലേ? നൂനിന്റെ ശേഷമുള്ള നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും. നൂനിന്റെ നിയമങ്ങൾ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ത്വാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യണം. എങ്ങനെ? ഇൻ എന്ന് പറയാതെ ഇൻ ത്വല്ലഖ്തുമുൻ നിസാ. അതുപോലെ തന്നെ സൂറത്തു ഇൻ ത്വല്ലഖ്തുമുൻ നിസാ, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ് അല്ലേ? അതേ വാക്കിലായതുകൊണ്ട് ഏതാണത്? നിസാ അല്ലേ? നിസാ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇൻ ത്വല്ലഖ്തുമുൻ നിസാ അന്നിസാ. കൂട്ടി വായിക്കുമ്പോൾ വസ്ലിൻ ഹംസ ഉച്ചാരണത്തിൽ വരില്ല. വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ ആ അലിഫിന്റെ മുകളിൽ ഒരു സ്വാദിന്റെ ചിഹ്നം കണ്ടില്ല, അതിനാണ് വസ്ലിന്റെ ഹംസ എന്ന് പറയും. അത് ചേർത്തി ഓതുമ്പോ മുന്നിസ മുന്നിസ. അപ്പൊ അലിഫും ലാമും ഉച്ചരിക്കൂല, ലാമിന് സുക്കൂനില്ല, അപ്പൊ പിന്നെ ലാമും ഉച്ചരിക്കൂല. അപ്പോ ഇൻ ത്വല്ലഖ്തുമുൻ നിസാ, നേരെ മറിച്ച് അത് ഒറ്റക്ക് പോതാണെങ്കിൽ അന്നിസാഅമാലം. മദ് മുത്തസിലാണ്, ചേർന്ന് മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം, അതാണ് അലിഫ് യാ വാവ്. ഇവിടെ നിസാ നിസാ എന്ന് പറഞ്ഞു നീട്ടി മദ്ദക്ഷരം വന്നു, അതിന് ശേഷം ഹംസ വന്നില്ലേ, അത് അതേ വാക്കിലാണ്, മദ് മുത്തസിലാണ്. മദ് മുത്തസിലിന്റെ കണക്കെങ്ങനെ? ഒരു അലിഫിനേക്കാൾ ഖദർ നീട്ടൽ വാജിബാണ്. ഒരു അലിഫിനേക്കാൾ ഖദർ നിസാ എന്ന് പറഞ്ഞാൽ പോരാ. ഇൻ ത്വല്ലഖ്തുമുൻ നിസാ. അപ്പൊ എന്ത് ചെയ്യാ? 7 ഹർക്കത്ത് വരെ നീട്ടാനും പറ്റുന്നതാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇൻ ത്വല്ലഖ്തുമുൻ നിസാ ഇൻ ത്വല്ലഖ്തുമുൻ നിസാ. ഒരു അലിഫിനേക്കാൾ ഖദർ നീട്ടുക, അത് നിർബന്ധം. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതുമാണ്. അപ്പോ മദ് മുത്തസിലൊക്കെ എന്ത് ചെയ്യാ? എല്ലാം ഓതുമ്പോ
എല്ലാ മദ്ദുകളും എന്ത് ചെയ്യുക, മദ് മുത്തസിലാണെങ്കിൽ അതെന്ത് ചെയ്യുക, എല്ലാ സ്ഥലത്തും ഒരേപോലെ നീട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റ ഓത്തിന് അല്ലേ, ഇൻ ത്വല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള. ശദ്ദുള്ള നൂന് എപ്പോഴും മണിക്കണം. മാ ലം തമസ്സൂഹുന്ന, തമസ്സൂഹുന്ന പറഞ്ഞ പോലെ ഹുന്ന, മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള. ഫരീള മാ ലം അവിടെ കണ്ടില്ലേ, സ്കൂളിലെ മീമാണ്. ഈ ആയത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് ബാക്കിയുള്ള ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഓതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് കുറെയൊക്കെ മാറ്റം വരുത്താനൊക്കെ സാധിച്ചു എന്ന് ഒരുപാട് ആളുകൾ അറിയിച്ചു. അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇരു ലോകത്തേക്കും ഉപകരിക്കുന്ന ക്ലാസ്സാക്കി നമ്മുടെ ക്ലാസ് മാറ്റി അനുഗ്രഹിക്കട്ടെ. അതൊന്നും മനസ്സിലായിട്ടില്ല, പിന്നീട് ഒരുപാട് ഇങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്, ആരും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ബേജാറാവണ്ട, വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഖത്മ് തീരുന്നതോടുകൂടെ ഏതൊരാൾക്കും, സ്ഥിരമായി കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലാകുന്നില്ലല്ലോ എന്ന ബേജാറ് വേണ്ടെന്ന അർത്ഥം. ആർക്കെങ്കിലും അങ്ങനെ വിഷമമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുക, ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴാണ് ഏതാ വിഷയങ്ങൾ പറയാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മീമിന്റെ നിയമങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്ന് കരുതിയിട്ട് ബാക്കി കേൾക്കാതിരിക്കുക. അങ്ങനെ ആവരുത് ഇൻഷാ അല്ലാഹ്. മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള. ഇവിടെ മാലം എന്ന് പറഞ്ഞു, സുക്കൂനുള്ള മീമ് വന്നു. മീമിന്റെ ശേഷം ത ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിനെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും, ഒരു മീമായിട്ട് ഉച്ചരിക്കും. മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ മീമിനെ മറച്ച് മണിക്കും. മീമിന്റെ ശേഷം ഈ രണ്ട് മീമും ബഉമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ത അല്ലെ. മീമും ബഉമല്ലാത്ത, മീമും ബഉമല്ലാത്ത ബാക്കി ഏത് 26 അക്ഷരത്തിൽ ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമാക്കണം. മാലം എന്ന് പറയണം. മാലം തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള ومتعوهن على الموسع قدره. ومتعوهن شد اللام نون على الموسع قدره وعلى المقتر قدره متاعا بالمعروف. قدره لا على الموسع قدره. അവിടെയൊക്കെ നീട്ടാനുണ്ട്. ഹു എന്നത് നീട്ടണം. അവിടെ ചിഹ്നം ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്താൽ നീട്ടിയാൽ മതി. കാരണം അറിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കാരണവും പറയുകയാണ്. അവിടെ നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാവും, അപ്പം എന്ത് ചെയ്താൽ മതി, നീട്ടുക. ഇനി അവിടെ കാരണം എന്താണ്, നീട്ടാനുള്ള കാരണം എന്താണ്, മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ മനസ്സിലാക്കണ്ട, പ്രശ്നമൊന്നുമില്ല. കാരണം അവിടെ ചിഹ്നം ഉണ്ടാവും. നമുക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ആ ചിഹ്നം അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചിഹ്നം അവിടെ അഥവാ എന്ത് ചെയ്തു അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ നീട്ടണം. കാരണം എന്താണ്, ഏതെങ്കിലും മുസാഫിർ അങ്ങനെ ചില്ലാം സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന മുസാഫിരൊക്കെ ഉണ്ടാവും അല്ലേ. ബാക്കിയുള്ള മുസാഫിരൊക്കെ വേറൊരു ചിഹ്ന വരിക അല്ലെ, ഒരു താഴോട്ടൊരു വര ഖദറുഹു എന്നുള്ളടത്ത് അവിടെ ഒരു വര എവിടെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. ഖദറുഹു നീട്ടാനുള്ള കാരണം എന്താണ്, ഹു എന്നതിന്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടാവുകയില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ രണ്ടാൽ ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് ഉണ്ടായ പിന്നെ പറയുമ്പോണ്ടല്ലോ, രണ്ടാൽ ഒരു സ്ഥലത്ത് മുമ്പത്തെ അക്ഷരം നേരെ തൊട്ട് മുമ്പുള്ള അക്ഷരം, വേറെ അക്ഷരം നോക്കണ്ട, തൊട്ട് ശേഷമുള്ള അക്ഷരം
ഈ അക്ഷരത്തില് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ രണ്ടിനും അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിർ അവിടെ നിർത്താണെങ്കിൽ പിന്നെ അത് നോക്കണ്ട. ഖദറുഹു നിർത്തുന്നില്ല എങ്കിൽ ഖദറുഹു വഅലൽ മുഖ്തിർ. അപ്പോ ഹു എന്നതിന് മുമ്പ് റു എന്നുള്ളതാണ്, ശേഷമുള്ളത് വ എന്നുള്ളതാണ്. വ അല്ലേ, രണ്ടക്ഷരത്തിനും സുക്കൂൻ ഇല്ല. അപ്പൊ പിന്നെ ഖദറുഹു എന്ന് നീട്ടും. ഖദറുഹു ഹു ഹു ഖദറുഹു നീട്ടാനുള്ള കാരണം മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇതാണ് നിയമം. നിയമത്തിന് വിരുദ്ധമായ ചില പദങ്ങളൊക്കെ വരും. വഅലൽ മുഖ്തിരി ഖദറുഹു മതഅൻ ബിൽ മഅറൂഫ്. ഖദറുഹു നീട്ടി അല്ലേ, കാരണം നമുക്കറിയാം മുമ്പ് ശേഷം സുക്കൂൻ ഇല്ല. മതഅൻ എന്നായിരുന്നു. ആ അൻ എന്ന തൻവീനിനെ എന്താക്കി? മതഅൻ എന്ന ഉച്ചാരണത്തിൽ വന്നപ്പോൾ ഒരു നൂന് വന്നല്ലോ, ആ നൂനിനെ മാറ്റി മീമാക്കി. എന്താ കാരണം? ശേഷമുള്ള ബ ആണ്. ബ വന്നാൽ എന്ത് ചെയ്യണം? മതഅൻ ബിൽ മഅറൂഫ് എന്ന് പറയരുത്. മതഅൻ ബിൽ, തൻവീന്റെ ശേഷം ബ ആണ് വന്നത്, സുക്കൂണിലെ നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ മാറ്റുക, തൻവീനെ മാറ്റുക, മീമാക്കി കൊടുക്കുക. ഇപ്പൊ മീമാണുള്ളത്. മീമായ പിന്നെന്താണ്? ഇഖ്ഫ ചെയ്യണം. സുക്കൂണുള്ള മീമിന്റെ ശേഷം നമ്മൾ നിയമങ്ങൾ പറഞ്ഞു. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ആണ്, മറച്ചു മണിക്കണം. ഇപ്പൊ ഇവിടെ ഉച്ചാരണത്തിൽ മീം ആയതുകൊണ്ട് മീമിന്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? മതഅൻ എന്ന തൻവീൻ ആണെങ്കിലും നമ്മളത് മാറ്റിയപ്പോൾ മീമായിട്ട് മാറി. അപ്പൊ പിന്നെ മതഅം ബിൽ മഅറൂഫ് വഖഫ് ചെയ്തു. വഖഫ് ചെയ്തപ്പോ ഫാഇന് സുക്കൂൻ കൊടുക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. തൻവീൻ ഫത്ഹോ നീട്ടാനുള്ള അക്ഷരമോ ആണെങ്കിൽ നീട്ടുക. തൻവീൻ ഫത്ത് ആണെങ്കിൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അല്ലാത്തതിനൊക്കെ തൻവീൻ കെസറായാലും തൻവീൻ ലൊമ്മായാലും എന്ന് പറഞ്ഞാൽ തൻവീൻ ഫത്ത് പറഞ്ഞാൽ ഡബിൾ ഫത്ത്, രണ്ട് ഫത്ത് ഒപ്പം വരിക അല്ലെ, രണ്ട് കെസർ ഒപ്പം വരിക, രണ്ട് ലൊമ്മും ഒപ്പം വരിക. അപ്പൊ രണ്ട് കെസറും രണ്ട് ലൊമ്മും, തൻവീൻ ഫത്ഹും തൻവീൻ കെസറും തൻവീൻ ലൊമ്മും. അതുപോലെ തന്നെ ഫത്തും കെസറും ലൊമ്മൊക്കെ ആണെങ്കിൽ, സാധാരണ ഫത്തും കെസറും ലൊമ്മൊക്കെ ആണെങ്കിൽ അവിടെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കാത്ത സമയപ്പോഴാണ് തൻവീൻ ഫത്ഹോ നീട്ടാനുണ്ടാവുകയോ ചെയ്യുമ്പോൾ അവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ അക്ഷരത്തിനും സുക്കൂൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ബിൽ മഅറൂഫ് ഫി എന്നുള്ളതാണ് ഫി അല്ലേ. അപ്പൊ സുക്കൂൻ കൊടുക്കണം അവസാനത്തെ അക്ഷരത്തിന്. തൻവീൻ ഫത്ത് അല്ല, നീട്ടാനും ഇല്ല. നീട്ടാനുള്ളത് തൊട്ട് മുമ്പാണ് അല്ലേ, അത് നോക്കണ്ട. അത് ഇവിടെ നോക്കുക. മദ് ആരിൽ വരുമ്പോ നോക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ മദ് രൂപപ്പെടുകയും ചെയ്യും. ആ മദ്ദിന്റെ പേരാണ് മദ് ആരില് മഅറൂഫ്. അപ്പൊ ഇവിടെ വഖഫ് ചെയ്യുമ്പോ ബിൽ മഅറൂഫ്, ഫാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട്, നീട്ടാനുള്ള വാവായതുകൊണ്ട് മദ് ആരില് പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. പുതിയ മദ് ഉണ്ടാവുമ്പോൾ മദ് ആരില് എന്ന് പറയും. ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ, ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ. ഇവിടെ നീട്ടാനുള്ള കാരണം അവസാനത്തെ അക്ഷരം ന എന്നുള്ളതാണ്. സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള യാ ആണ്. നീട്ടാനുള്ള അക്ഷരങ്ങൾ 3 മദ്ദിയായ അക്ഷരങ്ങൾ 3 നീട്ടാനുള്ള അലിഫ്, യാ, അതുപോലെ തന്നെ വാവ്. ഇവിടെ എന്താണ്? മുഹ്സിനീൻ, നീട്ടാനുള്ള യാ ആണ് വന്നിട്ടുള്ളത്. മദ് ആരിൽ വരും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ന എന്ന് സുക്കൂനായി ല്ലേ, മുഹ്സിനീൻ. നൂന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടായി. അതുകൊണ്ട് അലൽ മുഹ്സിനീൻ. 236 ആയത്ത് ഓതി നോക്കി. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف
حقا على المحسنين وإن طلقتموهن من قبل وإن إخفاجنا طلقتموهن من قبل ശദ്ദുള്ള നൂന് മണിക്കണം മിൻ ഖബൽ ഇഖ്ഫാ ചെയ്യണം മിൻ മീ എന്ന് പറയുന്നത് ഇഖ്ഫാന്റെ അക്ഷരമാണ് ഖാഫ് ഏതൊക്കെയാണ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ് നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാ ആണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക ലാമിനെയും റായിലെയും എന്ത് ചെയ്യുക നേരെ പിന്നെ അല്ല നൂനിനെ എന്ത് ചെയ്യുക ലാമിലേക്കും റായിലേക്കും കൂട്ടി യോജിപ്പിക്കുക സുക്കൂണ നൂനിന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യാ നൂന് വാവ് മീമ് യാ നൗമി എന്ന് പറയും നൗമി നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ സുക്കൂണ നൂനിന്റെയോ തെൻവീന്റെ ശേഷം ഈ പറയപ്പെട്ട 4 അക്ഷരമാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് കൂടെ മണിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇൽഹാറിന്റെ അക്ഷരം ഹംസ ഹ ഐൻ ഗൈൻ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് സുക്കൂണിന്റെ നൂനിന്റെയും തെൻവീന്റെ ശേഷം വന്നതെങ്കിൽ അവിടെ നൂനിനെ വ്യക്തമാക്കണം. ഇതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അതിൽപ്പെട്ടതാണ് ഖാഫ് കാഫ് ഇതൊക്കെ രണ്ടും ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പൊ ഇങ്ങനെ മിൻ എന്ന് പറയുന്നത് മിൻ എന്ന് പറയുന്നത് കാരണം സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ഖാഫാണ് വന്നിട്ടുള്ളത്. മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വഖദ് ഫറൽതും അപ്പൊ മിൻ ഖബ്ലി ഒന്നുകൂടി പറയുന്നു സുക്കൂണിന്റെ നൂനിന്റെയോ തെൻവീന്റെ ശേഷം ലാമോ പിന്നെ ബ വന്നാൽ സുക്കൂണിന്റെ നൂനിന്റെയോ തെൻവീന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. അതാണ് അവിടുത്തെ നിയമം. നൂനിനെയാണ് മാറ്റേണ്ടത്, ബഅനൊന്നും ചെയ്യണ്ട അല്ലേ. മീം എന്ത് ചെയ്യാ അപ്പൊ പിന്നെ നൂനിനെ മാറ്റി മീമായി അപ്പൊ പിന്നെ മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം അല്ലേ. അവിടെ ഇഖ്ഫാ ആണ്. ഈ മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്ലാബ്. സുക്കൂണിന്റെ നൂനിന്റെയോ തെൻവീന്റെ ശേഷം ലാമോ റോ വന്നാൽ നേരെ ലാമിലേക്കും റോയിലേക്കും നൂനിനെ അല്ലെങ്കിൽ തൻവീനെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കണ്ട. ഇത് യുടെ അക്ഷരം നൗമി നൂന് വാവ് മീമ് യാ എന്ത് ചെയ്യാ കൂട്ടി യോജിപ്പിക്കുക, അതിന് കൂടെ മണിക്കുകയും ചെയ്യാം. ഇൽഹാറിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ 6 അക്ഷരമാണ് ഹംസ ഹ ഐൻ ഗൈൻ. 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ നേരെ എന്ത് ചെയ്യാ നൂന് സുക്കൂൺ തെൻവീന് വെളിവാക്കുക, വ്യക്തമായിട്ട് ഉച്ചരിക്കുക. മിൻ എന്നുള്ളത് മിൻ എന്ന് തന്നെ പറയാം. എഴുതിയ ശേഷമുള്ള അക്ഷരം ആ ഹ ഹ ഖ അ വ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അല്ലേ ബാക്കി ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം. അതിൽപ്പെട്ടതാണ് മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ അൻ എന്ന് പറയുന്നത് അൻതമ കാരണം ഇഖ്ഫാന്റെ അക്ഷരമാണ്. അൻ തമസ്സൂഹുന്ന വഖദ് ഫറൽതും ലഹുന്ന ഫരീള ശബ്ദുള്ള നൂന് വന്നു. ഫറൽതും വ്യക്തമാക്കണം കാരണം ശേഷമുള്ളത് ലാമാണ്. ലാമ് വന്നാൽ മീമും ബഅുമല്ലാത്തതൊക്കെ മീമിന്റെ നിയമങ്ങള് മീമും ബാഹുമല്ലാത്തൊക്കെ എന്താണ് ഇദ്ഹാറിന്റെ അക്ഷരമാണ്, വെളിവാക്കേണ്ട അക്ഷരമാണ്. വെളിവാക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഉച്ചരിക്കാം. ഫറൽതും മീമിനെ ഇത് പറയാം. അതാണ് ഫറൽതും ലഹുന്ന ഫരീളതൻ ഫനിസ്ഫു മാ ഫറൽതും ഫനിസ്ഫു മാ ഫറൽതും ഇല്ലാ പേജ് പറഞ്ഞിട്ടില്ലല്ലേ ഒന്നുകൂടി. وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ وَقَدْ فَرَضْتُمْ لَهُنَّ فَرِيضَةً فَنِصْفُ مَا فَرَضْتُمْ إِلَّا أَن يَعْفُونَ മത്തക്ഷരം വന്നു. മത്തക്ഷരത്തിന് ശേഷം ആ എന്ന് അടുത്ത വാക്കിലാണ് വന്നത്. ഇല്ല അല്ലേ. അപ്പോ മദ് മുൻഫസിലാണ്, അടുത്ത വാക്കിലാണ് വന്നത്. നേരത്തെ മദ് മുത്തസിലിനെ പറഞ്ഞതുപോലെ തന്നെ ഒരലിഫിനേക്കാൾ നീട്ടല് ജായിസാണ്, നിർബന്ധമില്ലെങ്കിലും എന്ത് ചെയ്യാ നമ്മളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ് മുത്തസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മദ് മുൻഫസിലും. ഇവിടെ മദ് മുൻഫസിൽ എന്ന് പറയാൻ കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷമാണ്
ഹംസ വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ഇല്ലാ അയ്യഅഫൂൻ അയ്യ നൂന്റെ ശേഷം യാ വന്നു, ഇദ്ഗാം ബിഗുന്നയാണ്. നൂനിന്റെ ശേഷം യാ വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പോ അയ്യ അയ്യഅഫൂൻ നൂന് വാവ് മീം യാ സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നു, അയ്യഅഫൂൻ. ഇവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട മുമ്പുള്ള നീട്ടാനുള്ള വാവായതുകൊണ്ട് അയ്യഅഫൂൻ. മദ് ആരിദ് വന്നു, മദ് ആരിദ് വന്നു, അയ്യഅഫൂൻ. അവിടെ നിർത്തുന്നില്ലെങ്കിൽ അയ്യഅഫൂന ഔ യഅഫുവല്ലദീ 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 ഔ യഅഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നികാഹ് ഔ യഅഫുവല്ലദീ അതിന്റെ അടിയിൽ ഒരു അലിഫുണ്ട് അല്ലെ, അലിഫിന്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്. അത് സുക്കൂനൊന്നുമല്ല, അത് ഉച്ചരിക്കുകയില്ല. അതിന് ശേഷം ഒരു വസ്ലിൻ ഹംസയുണ്ട്, അതും ഉച്ചരിക്കൂല, ചേർത്ത് വായിക്കുമ്പോ ഔ യഅഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നികാഹ് ഉഖ്ദത്തുൻ നികാഹ്. അവിടെയും വഖഫ് ചെയ്തപ്പോ മദ് ആരിൽ വന്നു, നികാഹ്. ഇവിടെ എന്ത് ചെയ്യാ? മദ് ആരിലൊക്കെ എന്ത് ചെയ്യാ? നീട്ടുമ്പോ 3 അലിഫ് വരെ നീട്ടല് നല്ലതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? ഒന്ന് ശ്രദ്ധിക്കാം. ഉഖ്ദത്തുൻ നികാഹ് എന്ന് പറഞ്ഞ പോലെ ഉഖ്ദത്തുൻ നികാഹ്. മദ് ആരിൽ എല്ലായിടത്തും വരുന്നതാണ്, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റു മദ്ദുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഈ മദ് ഇവിടെ കാണുകയില്ല ഇൻഷാ അല്ലാഹ്. അത്ര മതി, നിർത്താണെങ്കിൽ എന്ത് ചെയ്യണം? മദ് മുൻഫസിലാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. ولا تنسوا الفضل بينكم إن الله بما تعملون بصير بصير نكير سعير نذير. എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. ഒന്നുകൂടെ നോക്കി. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. 238 ആയത്ത്. حافظوا على الصلوات والصلاة الوسطى. حافظوا അവിടെ ഞാൻ വഖഫ് ചെയ്യാണ്. حافظوا എന്താ കാരണം? അങ്ങനെ തന്നെയാണ്, നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. حافظوا على അവിടെ വഖഫ് ചെയ്യൽ അങ്ങനെ തന്നെയാണ്. حافظوا على الصلوات വഖഫ് ചെയ്തു, താഇന് സുക്കൂൻ കൊടുത്തു, കാരണം കസറാണ്. തൻവീൻ ഫത്ഹോ നീട്ടാനുള്ളതോ ആണെങ്കിൽ മാത്രമേ നീട്ടേണ്ടതുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഏത് അക്ഷരത്തിനും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. അപ്പൊ സുക്കൂൻ കൊടുത്തു. പിന്നെ നോക്കേണ്ടത് അവസാനത്തിന് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ അവിടെ മദ് ഒരു പ്രത്യേക മദ് വരുന്നതായിരിക്കും. മദ് വഖഫ് ചെയ്യുന്ന സമയത്ത്, വഖഫ് ചെയ്യാറ് നിർത്തുന്ന സമയത്ത് അല്ലേ,
അപ്പൊ സ്വലവാത്ത് സ്വലവാത്ത് 3 അലിഫ് വരെ നീട്ടാന്നാണല്ലോ അല്ലേ. ഹാഫിളു അലസ് സ്വലവാത്ത്, ഹാഫിളു അലസ് സ്വലവാത്ത്. വാ എന്ന് വായിക്കാൻ കാരണം എന്താണ്? സ്വല വ, വാവിന് ഫത്ഹ് ഉണ്ട്, അതിന് കൂടെ ഒരു കുഞ്ഞ് അലിഫുണ്ട്, കുഞ്ഞ് അലിഫുണ്ട്. ചില സമയത്ത് കുഞ്ഞ് അലിഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ആ വാവ് അലിഫായിട്ട് മാറും. വാവിന് ഫത്ഹ് ഇല്ല എങ്കിൽ വാവ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? വാവ് അലിഫായിട്ട് മാറും, സ്വലാത്ത് എന്നാവും. ഇവിടെ സ്വലവാത്ത് എന്ന് വായിക്കണം. എന്താ കാരണം? വാവിന് ഫത്ത് ഉണ്ട്, ഫത്തിന്റെ കൂടെയാണ് കുഞ്ഞലിഫ് ഉള്ളത്. സ്വലവാത്ത്. ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ. ഇവിടെ കണ്ടില്ലേ? വസ്സലാത്തിൽ വുസ്താ. ഇതിന്റെ കാരണം വസ്സലാത്തിൽ വുസ്താ, വസ്സലാത്തി. അവിടെ ലാമിന് ശേഷം വാവിന് ഫത്ഹില്ല, കുഞ്ഞലിഫാണുള്ളത്. അപ്പോ സ്വലാത്തി വസ്സലാത്തിൽ വുസ്താ, വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, വഖൂമു ലില്ലാഹി ഖാനിതീൻ. എങ്ങനെയാണ്? ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ. ഈ 2 പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ പദങ്ങളൊക്കെ വരും. വസ്സകാത്തി എന്ന് കണ്ടല്ലോ. എന്തേ കാരണം? വസ്സകാത്തി വസ്സകവാത്തി എന്ന് വായിക്കരുത്. വസ്സകാത്തി വാവിന് കുഞ്ഞലിഫുള്ളോടത്ത് വസ്സകാത്തി വസ്സലാത്തി. ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ, വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. വഖൂമു അവിടെയാണ് വഖഫ് എന്നെങ്കിൽ വഖൂമു നീട്ടാനുള്ളതാണ്, നീട്ടിയിട്ട് തന്നെ വഖഫ് ചെയ്യാം. 239 ഫഇൻ ഖിഫ്തും. ഫഇൻ വ്യക്തമായി. കാരണം എന്താ? നൂനിന് സുക്കൂൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ആ കൊടുക്കാനുള്ള കാരണം എന്താണ്? ശേഷമുള്ള ഖ ആണ്. ഖാഇന് ശേഷമുള്ള അക്ഷരം ഖ ആണ്. എന്തിന്റെ അക്ഷരമാണ്? ഇദ്ഹാറിന്റെ അക്ഷരമാണ്, ഹൽഖിന്റെ അക്ഷരങ്ങളാണ്. ഹംസ ഹ ഹ ഖ ഖ ഇല ഐന് ഗൈന് ഖ എന്നുള്ള ഇദ്ഹാറിന്റെ അക്ഷരമാണ്, വ്യക്തമാക്കേണ്ട അക്ഷരമാണ്. ഫഇൻ ഖിഫ്തും ഫരിജാലൻ. ഫഇൻ ഖിഫ്തും എന്ന് വ്യക്തമാക്കണം. മീമും വ്യക്തമാക്കണം. കാരണം മീമിന്റെ ശേഷം മീമിന്റെ നിയമം നോക്കണം. മീമിന്റെ ശേഷം മീമ് അല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. മീമിനെ സുക്കൂൻ കൊടുത്തിട്ട് വെളിവാക്കി പറയണം. ഫഇൻ ഖിഫ്തും എന്ന് പറയാം. ഖിഫ്തും ചുണ്ട് കൂട്ടിയതിന് ശേഷം ഫരിജാലൻ ഔ റുക്ബാന. ഫരിജാലൻ എന്ന് വ്യക്തമാക്കാനുള്ള കാരണം ശേഷമുള്ളത് ഉച്ചാരണത്തിൽ വരുന്ന ആ എന്നുള്ളതാണ്. ഹംസ എന്താണ്? ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഫരിജാലൻ ഔ റുക്ബാന. റുക്ബാനൻ എന്ന തെൻവീനാണുള്ളത്. തെൻവീൻ ഫത്ത് ആകുമ്പോൾ നേരത്തെ പറഞ്ഞു, തെൻവീൻ ഫത്ത് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. എങ്ങനെ? റുക്ബാനൻ എന്നുള്ള റുക്ബാന. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. علمكم ما لم മീമിന്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത്. كما علمكم ما لم تكونوا تعلمون. كما علمكم ما മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിനെ കൂട്ടി യോജിപ്പിക്കുക. علمكم ما لم تكونوا تعلمون. നൂനെ വഖഫ് ചെയ്തു. മുമ്പുള്ളത് വാവാണ്, നീട്ടാനുള്ളതാണ്, മദ്ദ ആരിൽ വരുന്നതാണ്. ഒന്നുകൂടെ. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم
ما لم تكونوا تعلمون والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم وصية തൻവീന ശേഷം ലാം ഒന്ന് ഇദ്ഗാമും ബിലാഗുന്നയാണ് മണിക്കരുത് കൂട്ടി യോജിപ്പിക്കുക വസിയത്തൻ എന്ന് പറയാതെ വസിയത്തൻ എന്ന നൂന് ഉച്ചാരണത്തിൽ വരാൻ പാടില്ല വസിയത്തല്ലി അസ്വാജിഹിം മതാഅ മീമിന്റെ ശേഷം മീം വന്നു ഇദ്ഗാമും ബിഗുന്നയാണ് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുക لأزواجهم متاعا إلى الحول غير إخراج അവിടെയും മദ് ആരിൽ വരുന്നതാണ് غير إخراج ജീമിന് തൻവീൻ കസ്റാണ് തൻവീൻ കസ്റും തൻവീൻ നമുക്ക് എന്ത് ചെയ്യും സുക്കൂനാവും ഇതിനു മുമ്പ് നീട്ടാനുണ്ടായത് കൊണ്ട് മദ് ആരിൽ വരുന്നതാണ് فإن خرجنا ഇങ്ങനെ أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج وصية لي എന്നുള്ളടത്ത് എന്താണ് ഇദ്ഗാമും ബിലാഗുന്നയാണ് وصية لأزواجهم متاعا മീമിന്റെ ശേഷം മീം വന്നു ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക മണിക്കുക لأزواجهم متاعا إلى الحول متاعا തൻവീന്റെ ശേഷം ഈ വന്നു ഹംസ വന്നത് ഇളാൻ അക്ഷരമാണ് അപ്പോൾ മതാഅൻ ഇലൽ ഹൗനി ഗൈറ ഇഖ്റാജ് ജീമിന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് فإن خرجنا فلا جناح عليكم فيما فعلن في أنفسهن من معروف فيما فعلن في مد منفصلان في أنفسهن من معروف مما لا نون شم ميم ونو إدغام بغنى نومي نون واو ميم يا ميم ونو نون شم ميم ونو من معروف والله عزيز حكيم والله عزيز حكيم തൻവീന് ശേഷം ഹ ഒന്ന് ഇളാർ ചെയ്യണം വ്യക്തമാക്കണം അസീസുൻ ഹകീം 240 ആയത്തിലെ വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗൽ ഗൈറ ഇഖ്റാജ് فإن خرجنا فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم 241 وللمطلقات متاع بالمعروف മതാഉൻ എന്ന തൻവീൻ ആയിരുന്നു തൻവീന്റെ ശേഷം ബ വന്നു തൻവീന്റെ ശേഷം ബ വന്നാൽ തൻവീനെ മാറ്റി മീമായി കൊടുക്കണം മതാഉൻ എന്നുള്ളതിനെ മതാഉം ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ ഹഖ്ഖൻ തൻവീന്റെ ശേഷം ഐന വന്നു ഇളാർ ചെയ്യണം ഇളാർ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് همزة هاء حاء خاء عين غين عين ونور حقا على المتقين وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون
كذلك يبين الله لكم آياته لعلكم تعقلون. ആയാതിഹി എന്ന് ചെറിയ നീട്ടൽ നീട്ടുക. كذلك يبين الله لكم آياته لعلكم تعقلون. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت. ألوف فن إن വ്യക്തമാക്കണം. ألوف حذر الموت وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. فقال لهم الله موتوا ثم أحياهم. إن الله لذو فضل على الناس. إن الله لذو فضل على الناس ولكن أكثر الناس فضل ഇലാർ ചെയ്യണം. എന്താ കാരണം? തൻവീന് ശേഷം ഇലാറിന്റെ അക്ഷരമായ ഐന് വന്നു. ولكن أكثر الناس لا يشكرون. أكثر الناس لا يشكرون. ألم تر إلى الذين خرجوا من ديارهم من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. واعلموا മദ് മുൻഫസിലാണ്. നീട്ടാനുള്ളതിന് ശേഷം അ എന്ന് വന്ന് അന്ന അടുത്ത വാക്കിലാണ്. മദ് മുൻഫസിലാണ്. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. من ذا الذي يقرض الله قرضا حسنا. ആയത്തോട് നോക്കി. വഖാതിലു ഫീ സബീലില്ലാഹി വഅലമു. വഅലമു വസ്ലിന്റെ ഹംസ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. വസ്ലിന്റെ ഹംസ വാ കഴിഞ്ഞിട്ടുള്ള അലിഫ് ഉണ്ടല്ലോ. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. من ذا الذي يقرض الله ഒന്ന് അല്ലാഹ് ലാ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്താണ് അല്ലാഹ്. من ذا الذي يقرض الله قرضا حسنا. قرضا തൻവീൻ ഫത്ഹിനെ വഖഫ് ചെയ്യില്ലെങ്ങനെ ഖർളൻ ഹസന. വഖഫ് ചെയ്യാറുമ്പോൾ നിർത്തുന്നോടത്ത് നിർത്തേണ്ട ആവശ്യമുള്ളൂ. എല്ലാത്തോടത്തും എന്ത് ചെയ്യേണ്ട? നിർത്തേണ്ട ആവശ്യമില്ല. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം മുറിഞ്ഞാൽ അവിടെ നിർത്തുക, പിന്നെ എടുത്തു ഓതുക. ഖർളൻ ഹസന فيضاعفه له أضعافا كثيرة. فيضاعفه له أضعافا كثيرة. والله يقبض ويبسط وإليه ترجعون.
وإليه ترجعون സ്വാദിന്റെ മുകളിൽ സീനിന്റെ ചിഹ്നം കണ്ടില്ലേ, അത് സീനായിട്ട് ഉച്ചരിക്കണം. ويبسط وإليه ترجعون من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. 246 ألم تر إلى الملأ من بني إسرائيل من بني إسرائيل من بني إسرائيل من നൂന്റെ ശേഷം ബാണ് ഇഖ്ലാബ്, നൂനെ മീമാക്കി മറിക്കുക, അതിന്റെ പേരാണ് ഇഖ്ലാബ്. ഇപ്പൊ അവിടെ എന്താ ഉള്ളത്? മീമാണുള്ളത്. മിൻ എന്നല്ല, മിം ബനി ഇഖ്ഫ ചെയ്യണം. മീമിന്റെ ശേഷം ബാ വന്നാൽ എന്താ നിയമം? ഇഖ്ഫ ആണ്. മിം ബനി ഇസ്രായീൽ, മിം ബനി മദ് മുൻഫസിലാണ്. ഇസ്രായീൽ മദ് മുത്തസിലാണ്. ഈൽ ഇസ്രായി ഇസ്രായി അവിടെയാണ് മദ് മുത്തസില്. ഈൽ എന്നുള്ളത് മദ് ആരിലാണ്. ലാമിന് സുക്കൂന് തൊട്ടുമ്പോൾ നീട്ടാനുള്ള അക്ഷരം. ഇസ്രായീല മിൻ ബഅദി മൂസ മിൻ ബഅദി മൂസ മിൻ ബഅദി മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയില്ല ലിനബിയില്ല لنبي له مبعث لنا ملكا نقاتل في سبيل الله إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله قال هل أسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم تولوا إلا قليلا منهم تنوين يشم يمنو والله عليم بالظالمين. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. والله عليم بالظالمين. 247 وقال لهم نبيهم إن الله قد بعث لكم طالوت മലിക്കൻ എന്നുള്ളത് മലിക്ക തൻവീൻ ഫത്ഹാണ് വഖഫ് ചെയ്തപ്പോൾ മലിക്കൻ എന്നുള്ളത് മലിക്ക ലക്കും ത്വാലൂത മലിക്ക ശബ്ദം കൊടുക്കരുത് മലിക്ക قالوا أنا يكون له الملك علينا وما نحن أحق بالملك
ونحن أحق قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. 248 وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة തൻവീന് ശേഷം മീം വന്നു നൗമി നൂന് വാവ് മീം യാ നൂന് വാവ് മീം യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ് മീം. അപ്പോൾ സകീനത്തും അതിന് മുമ്പ് ഫീഹി ഹി എന്ന് നീട്ടിയിട്ടില്ല. കാരണം എന്താണ്? ശേഷമുള്ള അക്ഷരം സ എന്നുള്ളതാണ്, മുമ്പുള്ള അക്ഷരം സുക്കൂന് ഉണ്ടോ? തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ സുക്കൂൻ ഉണ്ടല്ലേ, ഫീ കഴിഞ്ഞിട്ടൊരു യാ ആണ്, യാന് ഒന്നുമില്ല, അപ്പൊ പിന്നെ സുക്കൂനാണ്. ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, അതുകൊണ്ടാണ് നീട്ടാതിരുന്നത്. ഒന്നുമില്ലെങ്കിൽ സുക്കൂനാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. ലആയത്തല്ല തൻവീന് ശേഷം ലാമോ റഅ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ലആയത്തൻ എന്ന് പറയുന്നത് ലആയത്തല്ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. സുക്കൂനിലെ നൂനിന് ശേഷം കാഫ് വന്നു. കുൻതും അവിടെയും നൂനിന്റെ ശേഷം താ വന്നു, ഇഖ്ഫാ ചെയ്യണം. കുൻതും മുഅ്മിനീൻ. ഓതി നോക്കി കൂടാം, എല്ലാം ഇങ്ങനെ ഒന്ന് സാവകാശം ഓതി നോക്കി. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. لآية لكم إن كنتم مؤمنين. അടക്കി ഫജനം കുന്തും ഇദ്ഗാം ബിഗുന്നയാണ്, മീമിന്റെ ശേഷം മീം വന്നു. 248 فلما فصل طالوت بالجنود قال
قال إن الله مبتليكم بنهر فمن شرب منه മുബ്തലീക്കും ബി ഇഖ്ഫാ ചെയ്യണം. മീമിന്റെ ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. മുബ്തലീക്കും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു അടക്കന്താണ് ഇഖ്ഫാ വരുന്നുണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ പറയാൻ തന്നെ പാടില്ല. ഇദ്ഗാമും ബിലാവുന്നെയാണ്. നൂന് ലാമിലേക്ക് കൊടുത്തു. നൂൻ ഉച്ചാരണത്തിൽ വരാത്ത രൂപത്തിൽ കൊടുക്കുകയാണ്. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ് വഖഫ് ചെയ്യും. അങ്ങനെയാണ്. ഇല്ലാ മനിഗ് ആ വസ്ലിൻ ഹംസ ഉച്ചരിക്കുകയില്ല. മനിഗ്തറഫ ഗുർഫതൻ ബിയദിഹി ഫഇന്നഹു മിന്നി ഇല്ലാ മനിഗ്തറഫ ഗുർഫതൻ ബിയദിഹി തൻവീന് ബാ വന്നു. എന്ത് ചെയ്യണം? ഇഖ്ലാബ് അവിടെ മീമാക്കി കൊടുക്കുക. ഗുർഫതൻ ബിയദിഹി ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة. ഇവിടൊക്കെ ശബ്ദമുള്ള നൂന് വരുന്നുണ്ട്. മീമിന്റെ ശേഷം മീം വരുന്നുണ്ട്. അന്നഹും മുലാഖുല്ലാഹ് ശേഷം കമ്മി ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. കമ്മിൻ ഫിഅത്തിൻ അതിന് ശേഷം നൂന്റെ ശേഷം ഫ ആണ്. ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ് ഫായിലെ. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഖലീലത്തിൻ തൻവീന് ശേഷം ഗൈൻ വന്നു. ഇദാർ അക്ഷരമാണ്. ഗലബത് ഫിഅതൻ കസീറ ഇഖ്ഫാ فئة كثيرة بإذن الله والله مع الصابرين അവിടെ നൂന് സുക്കൂന് മുമ്പുള്ളത് നീട്ടാനുള്ള യാ ആണ് മദ് ആരിദ്. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. 250 ആയത്ത് ലാസ്റ്റ് ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ലാസ്റ്റ് ആയത്താണ്. ولما برزوا لجالوت وجنوده قالوا ربنا
ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على على നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. وثبت أقدامنا وانصرنا على القوم الكافرين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷങ്ങളൊക്കെ അറിയിച്ചവരുണ്ട്. അല്ലാഹു തആല സന്തോഷത്തിൽ ഇനിയും വർധനവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് മുക്തി നൽകി നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും നിന്നുകൊണ്ട് നിസ്കരിക്കാനും കൃത്യമായിട്ട് നിസ്കരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് നൽകാൻ റഹ്മാനെ റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങൾ ഈ ക്ലാസ് പറഞ്ഞതും കേട്ടതും ഓതിയതൊക്കെ നീ സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഇതിനൊക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീക്കി നീ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ശാരീരികമായ പ്രയാസം പറഞ്ഞവര്, രോഗമുള്ളവര്, റഹ്മാനെ റബ്ബെ ഇബാദത്തിന് പോലും തടസ്സമുള്ളവര്, റഹ്മാനെ റബ്ബെ ആ രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ടും ശമനം നൽകി വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായിട്ടും ശിഫ നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ റഹ്മാനെ, ശാന്തി നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യവും മഹബ്ബത്തും നീ ഏറ്റി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പറയപ്പെട്ടവർ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്നവരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വേണ്ടപ്പെട്ടവരെ റഹ്മാനെ റബ്ബേ ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറുടെ നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെട്ട്, ഭാര്യ മരണപ്പെട്ട്, റഹ്മാനെ റബ്ബേ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാര്, കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികൾ, വേണ്ടപ്പെട്ട ആളുകൾ റഹ്മാനെ റബ്ബേ ഞങ്ങളെ പല നിലക്കും സഹായിച്ചവര്, സഹകരിച്ചവര് റഹ്മാനെ റബ്ബേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബറാനന്തര ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ അവിടെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖബറിനെ നീ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓതിയ ഓരോ ഹർഫിന്റെയും ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം അല്ലാഹ്. ഈ നൂറായ വിശുദ്ധ ഖുർആൻ അവിടെ ഖബറിലേക്ക് നീ ഈനാസായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വല്ല അദാബും ഉണ്ടെങ്കിൽ
ഖബറിൽ നിന്നുള്ള ശിക്ഷയെ നീ എടുത്തു കളഞ്ഞവർക്ക് നീ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, പ്രത്യേകിച്ച് ഒരു സഹോദരി വീടില്ല എന്ന് പറഞ്ഞു, പ്രയാസപ്പെട്ടു റഹ്മാനെ റബ്ബേ, വാടക വീട്ടിലാണ് എന്ന് പറഞ്ഞു. റഹ്മാനെ റബ്ബേ, വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി നീ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ നല്ല സുഖമുള്ള സൗകര്യമുള്ള നല്ല വീട് നീ കൊടുക്കണമല്ലോ. നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വീടുകളാക്കി അവരുടെയും ഞങ്ങളെ വീടുകൾ നീ മാറ്റിത്തരണേ അല്ലോ. റഹ്മാനെ റബ്ബേ, വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. വീട് പണി ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ റബ്ബേ, തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണമല്ലോ. കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള മാർഗങ്ങള്, സാമ്പത്തിക ശേഷി നീ നൽകണമല്ലോ. സമ്പത്തിൽ നീ വർധനവ് നൽകണമല്ലോ, ബറക്കത്ത് നൽകണ റഹ്മാനെ. ജോലി നീ ഉന്നതി നൽകണ റഹ്മാനെ. കച്ചവടങ്ങളിൽ നീ, ബിസിനസ്സിൽ നീ റഹ്മാനെ റബ്ബേ ഉന്നതി നൽകണ റഹ്മാനെ. നല്ല കച്ചവടമുള്ള നല്ല സംരംഭമാക്കി മാറ്റണേ അല്ലോ. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ജോലികളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് അവർക്കും റഹ്മാനെ റബ്ബേ, അവരെ കൊണ്ട് ഞങ്ങൾക്കും ഉപകാരമുള്ള ജോലികളാക്കി മാറ്റണേ അല്ലോ. നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് സഹോദരിമാര് ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്, വിശുദ്ധ ഖുർആൻ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, സഹോദരന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. റഹ്മാനെ റബ്ബേ, പ്രായം നോക്കാതെ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് ഞങ്ങളെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്. റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ. റഹ്മാനെ റബ്ബേ, ഗൾഫിൽ നിന്നുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞിട്ട് റഹ്മാനെ റബ്ബേ റിട്ടയർഡ് ചെയ്ത ആളുകളുണ്ട്. റഹ്മാനെ റബ്ബേ, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടെയാണ്. റഹ്മാനെ റബ്ബേ, ഒരു പ്രയാസം വന്നപ്പോൾ, ഒരു രോഗം വന്നപ്പോൾ റഹ്മാനെ റബ്ബേ നിന്നോട് ചോദിക്കുകയാണ്, ആ രോഗം നീ പരിപൂർണമായിട്ടും ശമനം നൽകണം റഹ്മാനെ. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, റഹ്മാനെ റബ്ബേ, ഇപ്പൊ എനിക്ക് കിട്ടിയ അവസരമാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കിട്ടിയ അവസരമാണ്, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബേ, അവർക്കൊക്കെ നീ എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്യണമല്ലോ. ഞങ്ങളെ വീട്ടിലുള്ള സഹോദരിമാര്, മക്കളെ നോക്കുന്നവരാണ്, ഉമ്മമാര്, റഹ്മാനെ റബ്ബേ വേണ്ടതുപോലെ പരിപാലിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. പൈസ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബേ, ലക്ഷക്കണക്കിന് പൈസ പല നിലക്കും ചെലവാക്കിയിട്ടുണ്ട്. നിന്റെ ഖൈറായ മാർഗം ഉദ്ദേശിച്ചുകൊണ്ടാണ് റഹ്മാനെ റബ്ബേ. ബിസിനസ്സിന് വേണ്ടി ഇറക്കിയവരുണ്ട്, മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഇറക്കിയവരുണ്ട്, അത് പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന് പ്രയാസം പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ. അതുപോലെ തന്നെ സ്വർണം കൊടുത്തവരുണ്ട്, ആ സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലോ. അവർക്ക് നീ അത് വാങ്ങാനുള്ള സന്തോഷത്തോടുകൂടെ വാങ്ങാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. പ്രഷറും പ്രമേയം തുടങ്ങിയ മറ്റു അസുഖങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ. പ്രമേയം കൂടിയിട്ട് കാലിന്റെ വിരല് മുറിക്കുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. വിരല് മുറിക്കേണ്ട അവസ്ഥ പിന്നെയും കൂടി, അങ്ങനെ കാലിന്റെ ഒരു ഭാഗം മുറിക്കേണ്ട ഒരവസ്ഥ, കാല് പൂർണ്ണമായിട്ടും മുറിക്കേണ്ട ഒരവസ്ഥ, ശരീരത്തിലേക്ക് ഒന്നായിട്ട് കയറുന്ന ഒരവസ്ഥ. പടച്ച റബ്ബേ, നീ തന്ന നിഅമത്ത് അതിന് പകരം വെക്കാൻ ഞങ്ങൾക്കൊന്നും തരാനില്ല റഹ്മാനെ റബ്ബേ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ശരീരത്തിലെയും പാർട്സുകൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. കണ്ണിന് കാഴ്ച നൽകുന്നവൻ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകുന്നവൻ, കൈയിന് ശേഷി നൽകുന്നവൻ, കാലിന് ശേഷി നൽകുന്നവൻ, കേൾക്കാനുള്ള ശേഷി നൽകുന്നവൻ റഹ്മാനെ റബ്ബേ. ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ കഴിവ് നൽകുന്നവൻ നീ മാത്രമാണ്. നീ തന്നതിന് പകരം വെക്കാൻ ഞങ്ങൾക്കൊന്നിനും കഴിയില്ല റഹ്മാനെ റബ്ബേ. നീ തന്നതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം നൽകണേ അല്ലാ, ശാന്തി നൽകണേ റഹ്മാനെ. മറ്റുള്ള എല്ലാ നാടുകളിൽ നീ എല്ലാ നിലക്കും ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ ഫലസ്തീനിലുള്ള ചെറുപ്പക്കാര് റഹ്മാനെ റബ്ബേ, ആ ഞങ്ങളെ കൂട്ടുകാര് റഹ്മാനെ റബ്ബേ, മുഅ്മിനീങ്ങളായ ഞങ്ങളെ സഹോദരി സഹോദരന്മാരാണ്, ഉപ്പമാരാണ്, ഉമ്മമാരാണ് റഹ്മാനെ റബ്ബേ. നാട്ടിൽ
നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാവിധ കുതന്ത്രക്കാരുടെ കുതന്ത്രം നീ കാത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാ. ബൈത്തുൽ മുഖദ്ദസിനെ നീ മോചിപ്പിക്കണേ അല്ലാ. അവിടെയുള്ള ആളുകൾക്ക് യഥാർത്ഥമായ രൂപത്തിൽ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ, അവരുടെ നാട്ടിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല നിലക്ക് താമസിക്കാൻ അവിടെ നീ സമാധാനം കൊടുക്കണേ അല്ലാ. റഹ്മാനേ റബ്ബേ, ശത്രുക്കൾക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. ശത്രുക്കൾ എന്ന പേര് തന്നെ ഇല്ലാതെയാക്കണേ അല്ലാ. മിത്രങ്ങളാക്കി മാറ്റണേ അല്ലാ. അവർക്ക് വരുന്ന എല്ലാ അമ്പുകളെയും തടുക്കണേ അല്ലാ. ലാലിമീങ്ങളെ അക്രമത്തിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാവിധ ലാലിമീങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സലാമത്ത് ഇസ്സത്ത് നൽകണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم ارحمنا وارحم والدينا وارحم المسلمين റഹ്മാനേ റബ്ബേ, ഞങ്ങൾ യോദ്യതും പറഞ്ഞതൊക്കെ നീ സ്വാലിഹായ അമലായി നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉപകാരമുള്ള ക്ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആളുകളിലേക്ക് അതുപോലെ തന്നെ അയക്കാൻ, അനുവാദമുള്ള ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ ഓതിയത് നമുക്കൊന്നുകൂടെ ഒന്ന് ഓതി നോക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓത്തിനെ നമുക്ക് മനോഹരമാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين وإن طلقتموهن من قبل أن تمسوهن فقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم وللمطلقات متاع بالمعروف
وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون وقاتلوا في سبيل الله واعلموا أن الله سميع عليم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم
لاقوا الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين صدق الله العلي العظيم.